ഹലോ ഗൈസ്, ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങളുടെ പേര് ഉപഗ്രഹ ഇമേജറിയിൽ എങ്ങനെ കാണിക്കാമെന്നുള്ളതിനെ കുറിച്ചാണ്. ഈ ട്രിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. വീഡിയോ മുഴുവനായി കാണാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഗൂഗിളിൽ സീ യുവർ നെയിം ഇൻ ലാൻഡ്സാറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. ആദ്യത്തെ റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നാസയുടെ ഒരു വെബ്സൈറ്റ് ആണ് കാണിക്കുന്നത്. ഈ വെബ്സൈറ്റ് എർത്ത് ഡേയുടെ ഭാഗമായിട്ട് ലോഞ്ച് ചെയ്ത ഒരു വെബ്സൈറ്റാണിത്. ഇത് വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഭൂമിയുടെ പല ഭാഗത്തു നിന്നുള്ള സാറ്റലൈറ്റ് ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ കുറച്ച് ലെറ്റേഴ്സ് പോലെ കാണിക്കുന്നുണ്ട്. ഇത് ഭൂമിയുടെ പല ഭാഗങ്ങളിൽ നിന്നും സാറ്റലൈറ്റ് ശേഖരിച്ചിട്ടുള്ള പടങ്ങൾ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഇവിടെ എങ്ങനെ നമ്മുടെ പേര് കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ഇനി നമ്മുടെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക. അവിടെ താഴത്ത് കാണുന്ന ടെക്സ്റ്റ് ബോക്സിൻ്റെ അകത്ത് പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇതിൽ നമുക്ക് സ്മോൾ ലെറ്ററോ ക്യാപിറ്റൽ ലെറ്ററോ ടൈപ്പ് ചെയ്യാം. സ്പേസ് വർക്ക് ചെയ്യത്തില്ല. ഞാനിപ്പോൾ ഇവിടെ വെബ് വ്യൂവർ എന്ന് വേണ്ടി ടൈപ്പ് ചെയ്തു. അതിനുശേഷം എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ആ എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യാം. കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പേരിൻ്റെ ലെറ്റേഴ്സ് വെച്ചിട്ടുള്ള കുറച്ച് സാറ്റലൈറ്റ് ഇമേജുകൾ നമ്മളെ കാണിച്ചു തരും. ഇത് ചിലപ്പോൾ ഭൂമിയുടെ പല ഭാഗങ്ങളിലുള്ള റോഡുകളായിരിക്കാം, അല്ലെങ്കിൽ മലകളായിരിക്കാം, അതും അല്ലെങ്കിൽ ചിലപ്പം നദികളായിരിക്കാം. ഇപ്പം നമ്മുടെ മൗസ് ഏതെങ്കിലും പടത്തിൻ്റെ മേളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കിപ്പം അത് ഏത് സ്ഥലത്ത് നിന്നുള്ള സാറ്റലൈറ്റ് ഇമേജ് ആണെന്ന് കാണിച്ചു തരും. പിന്നെ 1-2 ഫീച്ചറുകൾ നമുക്ക് അതിൻ്റെ അടുത്തായിട്ട് കാണാം. നമുക്ക് ഈ ഇമേജ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് QR കോഡ് സ്കാൻ ചെയ്ത് മറ്റുള്ളവർക്ക് നമുക്കിത് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.